ഏത് സ്കൂളാണ് പഠിക്കുന്നത്? MHS ഡിഗ്രിയാ? ഡിഗ്രി അല്ലേ? അപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എങ്ങനത്തെ ഒരാളെയാണ് ചൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ഒന്നുകിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ, അല്ലെങ്കിൽ നാട്ടിലെ പണിക്കാരെ, അല്ലെങ്കിൽ ഗൾഫുകാരെ, അല്ലെങ്കിൽ ഒരു യൂട്യൂബർ, ആരെയും നിങ്ങൾ സെലക്ട് ചെയ്യുക? ഗൾഫുകാരെ. എന്തുകൊണ്ട്? അങ്ങോട്ടൊക്കെ പറഞ്ഞോ, ഇവിടെ തന്നെ സൂം ചെയ്തെടുക്കണം. എന്തുകൊണ്ടാന്ന് പറ? ഗൾഫുകാരനാ? എന്നാ ഇനി ഇഞ്ച അഭിപ്രായം പറ. ഇനി ആരാ യൂസ് ചെയ്യാ? ആരായാലും ഓക്കെയാ? അപ്പൊ എനിക്കോ ആരായാലും ഓക്കെയാ? അപ്പൊ ഏതെങ്കിലും ഒരു മറ്റേ പിച്ചക്കാരനോ അങ്ങനത്തെ ആളായ ഓക്കെയാ? അങ്ങക്ക് ലൈഫിനെ കുറിച്ചൊരു ഇതുണ്ടാവൂലേ? എന്ന് വെച്ചാൽ ഒന്നുകിലെങ്കിൽ നമുക്ക് ലൈഫിൽ ഒരു ഗൾഫുകാരൻ, അതാ ഞാൻ ചോദിക്കുന്നത്. നോക്കാൻ പറ്റുന്ന ആളെന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനത്തെ ആളായിരിക്കും? നോക്കാൻ പറ്റുന്ന നല്ല ഗവൺമെന്റ് ആയ ജോലി, നോക്കാൻ പറ്റുക ഉദ്ദേശിക്കുന്നത് എന്തെന്നാ എനിക്ക് മനസ്സിലായില്ല. അന്ന് പറഞ്ഞത് നിങ്ങള് സമാധാനം എന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പൊ ഒരാളെ കണ്ടാൽ നമുക്ക് സമാധാനം ഉണ്ടല്ലോ എന്ന് മനസ്സിലാവാം കല്യാണം കഴിക്കാൻ വരുമ്പോ. പക്ഷെ നമ്മളെ വീട്ടുകാർ എന്നാ ഏറ്റവും കൂടുതൽ നിങ്ങൾ എങ്ങനെയാ ആരെ ഫോഴ്സ് ചെയ്യണം അതിന്റെ കല്യാണം കഴിക്കാൻ? ഗവൺമെന്റാ? എന്തുകൊണ്ടായിരിക്കും? ജോലി ഉള്ളതുകൊണ്ട് മറ്റേ ആൾക്കും ജോലിയില്ലേ? അതോരോ മണ്ടത്തരം. വീട്ടുകാരെ മണ്ടത്തരം അല്ലേ? അപ്പൊ നിങ്ങൾ ആരെയാ ശരിക്കും പ്രിഫർ ചെയ്യാ? ഗൾഫുകാരെ, യൂട്യൂബർ ഉണ്ട് അതിന്റെ കൂടെ? യൂട്യൂബർ ആയിരിക്കും വേണ്ട? യൂട്യൂബർ ആയിരിക്കും വേണ്ട? യൂട്യൂബർ മോശാ? ഇതുണ്ട്. അപ്പൊ നിങ്ങൾ ആരെയാ ചൂസ് ചെയ്യാ ശരിക്കും? ഇല്ല ഇല്ല, ആര് വന്നാലും നിങ്ങൾ കല്യാണം കഴിക്കും? നിങ്ങളെ ലുക്ക് നോക്കാം കല്യാണം കഴിക്കുമ്പോ? ലുക്ക് നോക്കൂല? ലുക്കൊന്നും പ്രശ്നമില്ല, സ്വഭാവത്തിലല്ല. സ്വഭാവം നമുക്ക് ഇപ്പൊ അറേഞ്ച് മാരേജിന്റെ അത് സ്വഭാവം മനസ്സിലാവാ? ഏടെ സംസാരിക്കാൻ സമയം ഉണ്ടാവാ? ആകെ വെള്ളം തന്ന പോലെ കൂലേ? അതൊന്നും നടക്കുന്ന കേസല്ല. അപ്പൊ നിങ്ങളെ അഭിപ്രായത്തിൽ നിങ്ങൾ ആര് വന്നാലും കല്യാണം കഴിക്കൂലേ? അപ്പൊ ഇവലെ നാലാളെ നിങ്ങൾ നോക്കി വെച്ചോളെ. ഇവലെ ആര് വന്നാലും ഓക്കെ. എത്ര വയസ്സായി? 18. ഇത് 21. എനിക്ക് പാണ്ട്. അപ്പൊ ഇവലേക്ക് ഒരു 22-25 വയസ്സാകുമ്പോഴത്തേക്ക് നിങ്ങൾ ആര് വന്നാലേ ഇല്ല ഇവല് ഓക്കെ അല്ലേ? ഓക്കെ അവിടെ പറയണേ. ഇത് കണ്ടിട്ട് ഇപ്പൊ ഇവല് നാലാളെ നോക്കി വെച്ചോളെ. ഇതൊക്കെ റെഡി ആയിരിക്കണേ. ഇനി അന്നേരം ഒന്നും പറയാറ് ആര് വന്നാലും ഓക്കെ. ശരി എന്നല്ല അവിടെ ഹായ് പറഞ്ഞേ. ടാറ്റ. കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിക്കുന്നതാണെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് കുട്ടീനെ ഇഷ്ടപ്പെടുക? ജോലി ഉള്ള കുട്ടിയാണോ? ജോലിയുള്ള കുട്ടിയാണോ? ജോലി ഇല്ലാത്ത കുട്ടിയാണോ? എങ്ങനെയാണ്? ഗവൺമെന്റ് ജോലിയുള്ള പെൺകുട്ടികളുണ്ടാവും, പ്രൈവറ്റ് ജോലിയുള്ള പെൺകുട്ടികളുണ്ടാവും, വെറുതെ വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളുണ്ടാവും. കാര്യങ്ങൾ സെലക്ട് ചെയ്യാ. ഞാൻ ജോലി നോക്കിയിട്ടില്ല. പിന്നെ എന്താ നിങ്ങൾ നോക്കുന്നത്? നമുക്ക് എന്താ പറയാ, ഒരു മാനസികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. അറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ ആദ്യത്തെ നമ്മള് പെണ്ണ് കാണാൻ പോകുമ്പോൾ അങ്ങനെ അറ്റാച്ച്മെന്റ് കിട്ടുക? ഞാനതിന് പെണ്ണ് കാണാൻ പോയിട്ടില്ല. പെണ്ണ് കാണാൻ പോകുന്നാണെങ്കിൽ പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാല് ഒരു കുറച്ച് സമയം നമുക്ക് സമയം ഉണ്ടാവും. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു കുട്ടിയെ മനസ്സിലാക്കാൻ പറ്റില്ല? അപ്പൊ അതാ ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യാ? എങ്ങനെയാണ് സെലക്ട് ചെയ്യാന്നുള്ളത്. ഞാനിപ്പം പെണ്ണ് കാണാൻ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും എന്താ പറയാ ഓക്കെ പറയില്ല. പിന്നെ പെണ്ണ് കിട്ടൂല, രണ്ടാഴ്ച ടൈം വേണോ? അവിടെ നമ്പർ വായിക്കൂ. കൂടുതൽ പരിചയപ്പെടും. അപ്പൊ അങ്ങനെ ആയിരിക്കണം നിങ്ങൾ പറയുന്നത് അല്ലേ? അപ്പൊ നിങ്ങളെ ലുക്ക് നോക്കൂല? ലുക്കോ? ലുക്ക് എല്ലാം കൂടി ടോട്ടലി അതിന്റെ ചെറിയ ലുക്ക് വരുമായിരിക്കും. ടൈം ലുക്കും വരും. പിന്നെ ജോലിയോ? ജോലി പ്രശ്നമല്ല. ഇല്ല, ജോലിയുള്ള കുട്ടി വേണ്ട. ജോലിയുള്ള കുട്ടി വേണ്ടെന്നല്ല, ജോലിന്റെ പ്രാധാന്യമൊന്നുമില്ല. പ്രാധാന്യമില്ല. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ അങ്ങോട്ട് ജീവിതത്തിൽ നമുക്ക് അങ്ങോട്ട് ജോലിയിലാണ് ജീവിക്കാൻ പറ്റുക? ഇല്ല, പറ്റും. എനിക്ക് ജോലി ഉണ്ടല്ലോ. നിങ്ങളെ ജോലി ഉണ്ടോ? മതിയാവാ? ദാമ്പത്യ ജീവിതത്തിൽ വൈഫിന് ജോലി ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവുന്ന ജോലി ഇല്ലാത്തൊരു കുട്ടീനെ കഴിച്ചു കഴിഞ്ഞാൽ അവളെ പഠിപ്പിച്ച് ജോലി വാങ്ങിക്കുക. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേർപിടിക്കാം. ഓക്കെ. താല്പര്യം ഇല്ലെങ്കിൽ വേർപിടിക്കൂല. ഓക്കെ. അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഓക്കെ. എന്നാ ശരി. നാടൊരു ഹായ് പറഞ്ഞേ.